വീട്ടിൽ ലക്ഷ്മി വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. ചൊവ്വ വെള്ളി ദിവസങ്ങൾ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. അന്നേ ദിവസം നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ രാവിലെയും സന്ധ്യയ്ക്കും ലക്ഷ്മി വിളക്ക് കൂടി തെളിയിക്കണം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ ജീവിതത്തിൽ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരൂ. ദേവിയുടെ അനുഗ്രഹത്തിനായി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ലക്ഷ്മി വിളക്ക് കൂടി തെളിയിക്കാവുന്നതാണ്. ലക്ഷ്മി വിളക്കും നിലവിളക്കുമെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ തെളിയിക്കണം. വെറും നിലത്ത് വെക്കാൻ പാടുള്ളതല്ല, ഒരു തട്ടിന് മുകളിൽ വേണം വെക്കാൻ. തട്ടിന് മുകളിൽ വെക്കുമ്പോൾ വിളക്കിലും അതുപോലെ തന്നെ ലക്ഷ്മി വിളക്കിലും തട്ടിലും വെക്കുന്ന തട്ടിലും നാം തിലകം ചാർത്തണം. തിലകം ചാർത്തുക എന്ന് പറഞ്ഞാൽ പൊട്ട് തൊട്ട് കൊടുക്കില്ലേ, അതിനാണ് പറയുന്നത്. ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ, അതിനുശേഷം കുങ്കുമം എന്ന രീതിയിൽ വേണം പൊട്ട് ചാർത്താൻ. ആദ്യം തട്ടിൽ 5 ഇടങ്ങളിലായിട്ട് പൊട്ട് ചാർത്തണം. തട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് വെക്കുന്ന താലം പോലത്തെ പ്ലേറ്റിനാണ് പറയുന്നത്. അതിൽ 5 ഇടങ്ങളിലായിട്ട് തട്ടിൽ തിലകം ചാർത്തുക. അതിനുശേഷം വിളക്കിൽ തിലകം ചാർത്തണം. ലക്ഷ്മി വിളക്കിലും തിലകം ചാർത്തണം. തിലകം ചാർത്തുമ്പോൾ വിളക്കിൻ്റെ ചുറ്റിലും അതുപോലെ അടിഭാഗത്തും എല്ലാം ഓരോ തിലകങ്ങൾ, ഓരോ പൊട്ടുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആ തിലകത്തിൻ്റെ എണ്ണം മൊത്തം നോക്കുമ്പോൾ ഓഡ് നമ്പർ, ഒറ്റസംഖ്യ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. 9 അല്ലെങ്കിൽ 11 എന്നിങ്ങനെ നമ്പർ വരികയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ നെയ്യ് ഒഴിച്ചിട്ട് വേണം വിളക്ക് തെളിയിക്കാൻ. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ ലക്ഷ്മി വിളക്ക് തിരഞ്ഞെടുക്കുമ്പോൾ, ലക്ഷ്മി വിളക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ചുറ്റുമുള്ള ഈ പ്രഭാവലി, ചുറ്റുമുള്ള ഈ കൂർത്ത ഭാഗത്തെയാണ് പ്രഭാവലി എന്ന് പറയുക. ഈ പ്രഭാവലിയുടെ എണ്ണം ഓഡ് നമ്പർ, ഒറ്റസംഖ്യ വരണമെന്നാണ് പറയുന്നത്. ഒറ്റസംഖ്യ വരുന്നത് നോക്കി വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ലക്ഷ്മി വിളക്കിന് ചുറ്റുമുള്ള ഈ പ്രഭാവലി, ചുറ്റുമുള്ള ഈ കൂർത്ത ഭാഗത്തെയാണ് പ്രഭാവലി എന്ന് പറയുന്നത്. അത് കൂർത്ത ഭാഗം, പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം എണ്ണി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒറ്റസംഖ്യയായി വരുന്നതാണ് ഏറ്റവും ഉത്തമം. ലക്ഷ്മി വിളക്ക് വാങ്ങുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഭാവലി ഒറ്റസംഖ്യയാകാൻ വേണ്ടി പ്രത്യേകം എണ്ണി നോക്കുക. ഇനി നമ്മൾ ഇപ്പോൾ തിലകമെല്ലാം ചാർത്തിയതിന് ശേഷം ഇനി നെയ്യൊഴിച്ച് 2 തിരികളെടുത്ത് ആ തിരികൾ ഒന്നാക്കി പിരിച്ചു വെക്കുക. ഒന്നാക്കി പിരിച്ചു വെച്ചതിന് ശേഷം വേണം വിളക്ക് കൊളുത്താൻ. വിളക്ക് കൊളുത്തുമ്പോൾ ദീപം സരസ്വതി, ദീപം സരസ്വതി, ദീപം സരസ്വതി എന്ന് 3 പ്രാവശ്യവും, ദീപം ലക്ഷ്മി, ദീപം ലക്ഷ്മി, ദീപം ലക്ഷ്മി എന്ന് 3 പ്രാവശ്യവും, ദീപം ദുർഗ, ദീപം ദുർഗ, ദീപം ദുർഗ എന്ന് 3 പ്രാവശ്യവും ചൊല്ലിയതിന് ശേഷം വേണം വിളക്ക് കൊളുത്താൻ. ചുവന്ന പൂക്കൾ കൊണ്ട് വിളക്ക് അലങ്കരിക്കുന്നത് വളരെ നല്ലതാണ്. ചുവന്ന ചെമ്പരത്തിപ്പൂ കൊണ്ടോ ചുവന്ന പൂക്കൾ കൊണ്ട് വിളക്ക് അലങ്കരിക്കുക. കൂടാതെ വിളക്കിൻ്റെ എണ്ണയിൽ അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നതും വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ വിളക്കിൻ്റെ അടുത്ത് ഒരു വെറ്റിലയും അല്പം കുങ്കുമവും ചേർത്ത് ഒരു പൂജാതാലം കൂടെ വെക്കുന്നതും നല്ലതാണ്. വെറ്റിലയുടെ തുമ്പ് കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ടായി വരുന്നത് പോലെ വേണം വെക്കാൻ. ഇതിനോടൊപ്പം ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം കൂടെ ജപിക്കുക. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകും. വീട്ടിൽ സമ്പത്തും സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതുമാണ്.